ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ, വെൽക്കം ടു ക്ലിനിക് കൺഫെഷൻസ് പാർട്ട് 2. ഇന്ന് എനിക്ക് വളരെ മടി പിടിച്ചൊരു ദിവസമായിരുന്നു. പക്ഷേ എനിക്ക് ക്ലിനിക്കിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല ബിക്കോസ് എവറി ഡേ ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി അറ്റ് ദ ക്ലിനിക്. ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ 40 ഇയേഴ്സ് ഉള്ളൊരു ഫീമെയിൽ പേഷ്യൻറ്റ് വന്നു. എൻ്റെ മുന്നിലിരുന്നതും എന്നോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡോക്ടർ, ഞാൻ പണ്ട് നല്ല ആക്റ്റീവായ ഒരാളായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ആരാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ചെറിയ കാര്യത്തിന് ദേഷ്യം വരിക, സങ്കടം വരിക, ടോട്ടലി ഒരു പീസ്ഫുൾ അല്ലാത്ത ലൈഫ്. 30 to 50 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫീമെയിൽസിൻ്റെ ബോഡിയിൽ റാപ്പിഡ് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റീസും മെൻ്റൽ പ്രഷറൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ടോട്ടലി ഡൗൺ ആവും. ഇതുപോലെ നിങ്ങളുടെ അമ്മയോ അനിയത്തിയോ ബെസ്റ്റ് ഫ്രണ്ടോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇത് തള്ളിക്കളയേണ്ട ഒരു ടോപ്പിക്കല്ല. അതാണ് ഇന്നത്തെ ലെസൺ. ഇതൊക്കെ എന്താ നോർമൽ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? ഇതൊന്നല്ല ഇതിനുള്ളൊരു സൊല്യൂഷൻ. ഇത് ഫിസിക്കലി ഉണ്ടാകുന്നൊരു പ്രോബ്ലം കൂടിയാണ്, പ്ലസ് ഇത് മെൻ്റലി നല്ല രീതിയിൽ എഫക്റ്റും ചെയ്യും. ഇതിന് നല്ല എഫക്റ്റീവായ ആയുർവേദ സൊല്യൂഷൻ ഉണ്ടെങ്കിലും അവർക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ വേണ്ടത് നല്ല രീതിയിലുള്ള മെൻ്റൽ സപ്പോർട്ടാണ്. ഇതുപോലെ സൈലൻ്റ് ആരെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത കൺഫെഷൻസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.